ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പതിയെ പതിയെ ജോയിൻ ചെയ്യണവർ ജോയിൻ ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയായിരുന്നു എടുത്തത്? ഹെക്സഗൺ അല്ലേ? 6 ഈക്വൽ പാർട്സ് ഉണ്ട്. ഇൻറ്റീരിയർ ആംഗിൾ 120 ആണ്. ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി ആണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 6 × A ആണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു 6 × √3/4 × A² ആണ്. അതിന് നമ്മൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് 3 × √3/2 × A² അങ്ങനെ എഴുതി. കഴിഞ്ഞ അതിൻ്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തു. സർക്കിൾ പറഞ്ഞു. ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ഒരു പോയിൻറ്റിൽ നിന്ന് കറക്റ്റായിട്ടുള്ള സെയിം ഡിസ്റ്റൻസിൽ വരുന്ന പാത്തിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുക. അതിൻ്റെ ബൗണ്ടറീനെ നമ്മൾ എന്ത് പറയും? സർക്കംഫറൻസ് ആയിട്ടാണ് പറയുക. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു 2πr ആണ്. പൈയുടെ വാല്യൂ എന്താണ്? 3.14 ആണ്. ഏരിയ അതിൻ്റെ ഇക്വേഷൻ എന്താ? πr². അതുപോലെ ഡയാമീറ്റർ എന്താണെന്ന് പറഞ്ഞു, റേഡിയസ് എന്താണെന്ന് പറഞ്ഞു. ഡയാമീറ്റർ റേഡിയസ് നമ്മൾ റിലേഷൻ എന്താ? ഡയാമീറ്ററിൻ്റെ ഹാഫായിരിക്കും റേഡിയസ്. പിന്നെ സെമി സർക്കിൾ പറഞ്ഞു. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ r × π+2 ആണ്. ഏരിയയുടെ ഇക്വേഷൻ ½ × πr² ആണ്. അടുത്ത എന്താ? മ്യൂട്ടാക്കുക ആരാണെന്ന് വെച്ചാൽ അടുത്തെന്താണ്? അടുത്തെന്താണ്? ട്രയാങ്കിൾസ് ആണ് നോക്കാനുള്ളത്. ആദ്യത്തെ എന്താണ്? റൈറ്റ് ആംഗിൾഡ്, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ആദ്യം നോക്കാനുള്ളത്. എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണ്. ക്ലിയർ ആയോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അങ്ങനെയാണ് വരുന്നത്. എന്താണ്? 3 സൈഡഡ്. നമുക്കറിയാം ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? എത്ര സൈഡ് ഉണ്ട് ട്രയാങ്കിളിന്? 3 സൈഡ്സ്. 3 വശങ്ങളുണ്ട്. 3 വശങ്ങളുണ്ട്. പിന്നെന്താണ്? ദ സം ഓഫ് 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. നമുക്കറിയുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രിയാണ് കിട്ടുക. അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി. ദ സം ഓഫ് 3 ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? എത്ര കിട്ടുക? 180 ഡിഗ്രി. ക്ലിയർ ആയോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഒരു വശത്തിന് നമ്മൾ ബേസ് എന്നാണ് പറയുക. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. എന്താ പറയുക? ആൾട്ടിറ്റ്യൂഡ്. ഈ ഏറ്റവും വലിയ വശം ഏതായിരിക്കും? ഹൈപ്പോട്ടന്യൂസ്. എന്താ? ഹൈപ്പോട്ടന്യൂസിൻ്റെ മലയാളം പറയാം. ബേസിന് എന്ത് പറയും? പാദം. ആൾട്ടിറ്റ്യൂഡിന് എന്ത് പറയും? ലംബം. ഹൈപ്പോട്ടന്യൂസിന് കർണം. എന്താണ്? പാദം, ലംബം, കർണം. ഇംഗ്ലീഷിൽ എന്താ? ബേസ്, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിനെ പറയുന്ന പേര് ഏതൊക്കെയാ? ബേസ്, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ്. പാദം, ലംബം ആൻഡ് എന്താ? കർണം. ക്ലിയർ ആണോ? നോക്കിയേ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു
ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആൾട്ടിറ്റ്യൂഡ് കേട്ടോ. ഹൈറ്റ് എന്താണ്? ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇക്വേഷൻ എന്താ? ഹാഫ് ബി എച്ച് അല്ലെങ്കിൽ 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഓക്കെ, എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ക്ലിയർ ആയോ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഇതിൽ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആകുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ നോട്ട് ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. എന്താ വരുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ക്ലിയർ ആയോ? ഇനി ഇവിടുത്തെ ഇക്വേഷൻ നോക്കിയേ. ഇവിടെ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ മാറ്റം? ഇവിടെ ഹൈപ്പോട്ടന്യൂസിന് സ്ക്വയർ ഇല്ല അല്ലേ? ആ സ്ക്വയർ ആണ് ഇവിടെ റൂട്ടായിട്ട് മാറിയിട്ടുള്ളത്. സ്ക്വയർ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്തായി? റൂട്ടായി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ ഇക്വേഷൻ കണ്ടു. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇതിൽ ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിനെ നമ്മൾ മാറ്റാൻ പോവാം. അപ്പോൾ എന്താണ് ഇവിടെ? എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു, ഈ സ്ക്വയറിനെ നമ്മൾ എന്ത് എഴുതും? റൂട്ടാക്കി എഴുതും. റൂട്ട് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇപ്പോൾ ക്ലിയർ ആയോ? ഈ സ്ക്വയർ ആണ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറുന്നത്? സ്ക്വയർ റൂട്ടായിട്ട് മാറുന്നത്. സ്ക്വയർ റൂട്ടായിട്ട് മാറും. അത്രേ ഉള്ളൂ. നമ്മൾ പ്ലസ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് മുമ്പ് എന്താവുമെന്ന് പറഞ്ഞു? മൈനസ് ആവുമെന്ന് പറഞ്ഞു. ഇൻറ്റു ഡിവൈഡഡ് ബൈ ആവും അല്ലേ? അപ്പോൾ ഈ സ്ക്വയർ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് മുമ്പ് എന്താവും? റൂട്ടായിട്ട് മാറും. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഈ ഇക്വേഷനായിട്ട് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ എന്തായിട്ട് പഠിച്ചു വയ്ക്കുക? ഇതിലത്തെ ഇക്വേഷനായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിലത്തെ ഈ ഇക്വേഷനായിട്ട് പഠിച്ചു വയ്ക്കുക. ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, എളുപ്പം ഇതല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതല്ലേ നല്ലത്? അതാകുമ്പോൾ എല്ലാത്തിലും സ്ക്വയർ ഉണ്ട്, 3 എണ്ണത്തിലും സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? പക്ഷെ ഹൈപ്പോട്ടന്യൂസിന് സ്ക്വയർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാര്യമുണ്ടോ? ഇല്ല. അതിനെ നമ്മൾ എന്തായാലും ഹൈപ്പോട്ടന്യൂസ് ആക്കി മാറ്റണം, വേണ്ടേ? അപ്പോൾ ആ സ്ക്വയറിനെ വീണ്ടും നമ്മൾ ലാസ്റ്റ് ആവുമ്പോൾ എന്തിലേക്ക് ആക്കണം? റൂട്ടിലേക്ക് ആക്കണം. ഓക്കെ, മനസ്സിലായോ? ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കാം. ഇപ്പോൾ വരും കേട്ടോ. നമുക്ക് ആൾട്ടിറ്റ്യൂഡ് വരുന്നത് വന്നില്ല സ്ക്രീൻ. ഒരു മിനിറ്റ്. സ്ക്രീൻ ഷെയറിംഗ് അല്ലേ?
നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കേ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കും. ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ബേസ് നമുക്ക് 11 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ബി കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് 14 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കൂ. 14 സെൻറ്റിമീറ്റർ വേണ്ട, എനിക്ക് തെറ്റും. അതാരാണ് സൗണ്ട് വരുന്നത്? അപ്പം നമുക്കത് പ്രോബ്ലത്തിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചു, അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. കാരണം എല്ലാത്തിലും സ്ക്വയർ വരുന്നുണ്ട് അല്ലേ. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ഇക്വേഷൻ. ഏരിയ നമ്മൾ പറഞ്ഞു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. പെരിമീറ്റർ എന്താണ്? ഇത് 3 കൂടി കൂട്ടുന്നതാണ്. പെരിമീറ്റർ എന്താ? ഹൈപ്പോട്ടന്യൂസ് പ്ലസ് ബേസ് പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. 3 സൈഡുകളും കൂടി കൂട്ടുന്നതാണ് എന്ത്? പെരിമീറ്റർ വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു 3 സൈഡ്സ് ആണ് വരുന്നത്. അതുപോലെ 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 ഡിഗ്രി ആണ് കിട്ടുക. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? പിന്നെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? 3 സൈഡും കൂടി കൂട്ടുക, അതായത് ബേസ് പ്ലസ് ആൾട്ടിറ്റ്യൂഡ് പ്ലസ് ഹൈപ്പോട്ടന്യൂസ്. ക്ലിയർ ആയോ? ഇതാണ് ഫിഗർ വരുന്നത്. അടുത്തത് നോക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താ? 3 വശങ്ങൾ ഈക്വൽ ആയിരിക്കും. അതുപോലെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എന്താ? 3 sides are equal. പിന്നെന്താണ്? 3 angles are equal. 3 സൈഡും 3 ആംഗിളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 3 സൈഡ്സും 3 ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. സമഭുജ ത്രികോണം എന്ന് പറയും അല്ലേ. 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളത്. എന്നാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിയേ. എന്താ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. സൈഡിന് നമ്മൾ ഏന്ന് കൊടുക്കുകയാണ്. എല്ലാം സെയിം അല്ലേ? എല്ലാ സൈഡും സെയിം ആയതുകൊണ്ട് സൈഡിന് നമ്മൾ ഏന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ മാറുക? √3 കോൺസ്റ്റൻ്റ് ആണ്. √3/4 ഇൻറ്റു എ സ്ക്വയർ. ക്ലിയർ ആയോ? √3 കോൺസ്റ്റൻ്റ് ആണ്. √3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എ സ്ക്വയർ. എ എന്ന് പറയണത് എ ഈസ് ഈക്വൽ ടു സൈഡ്. സൈഡ് എത്രയാണോ അത്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈഡിന് നമ്മൾ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയോ? എന്താ? ഒരാൾ പറയും 3/4 റൂട്ട് എന്നുള്ളത് 0.75 റൂട്ട് എടുക്കാൻ പറ്റുമോ? അല്ലേ, ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ഇവിടെ വാല്യൂസ് ഉണ്ട്. ലാസ്റ്റ് ഞാനിവിടെ ഓരോന്നിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. കാൽക്കുലേറ്ററിൽ അല്ലെങ്കിൽ √3 നമുക്ക് കൊടുക്കാം. കണ്ടോ? √2, √3, √5, √6. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് അതിൻ്റെ
ഇതിന് എന്താ പറയാ √3/4 നിങ്ങൾ വാല്യൂ എടുക്കരുത്, അങ്ങനെ വാല്യൂ എടുക്കരുത്. √3 മാത്രം വാല്യൂ എടുക്കാം. ഓ ശരി ശരി ഓക്കെ. അത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് കേട്ടോ, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. √4 ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 എടുക്കാം. √4ൻ്റെ വാല്യൂ 2 അല്ലേ, ബാക്കി എല്ലാതും നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ തന്നിട്ടുണ്ട്, ആ വാല്യൂ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ √3 അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. പിന്നെ എന്താണ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്താ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? 3 × A 3A. 3 വശങ്ങളും സെയിം ആണ്, അപ്പോൾ ആ 3 വശങ്ങളും കൂടി കൂട്ടുക. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? 4 അത് കോൺസ്റ്റൻ്റ് ആണ്. √3/4 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. √3ഉം 4ഉം കോൺസ്റ്റൻ്റ് ആണ്. 3A എന്ന് പറഞ്ഞാൽ മാം ഈ 3 × A എന്നാണല്ല. 3 × A. 3A എന്ന് വെച്ചാൽ അവിടെ ഒരു ഇൻറ്റു ഉണ്ട്. നമ്മൾ എക്സ് വൈ എന്ന് ഇടുമ്പോൾ x × y എന്നല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ x+y എന്ന് എഴുതുള്ളൂ, അല്ലെങ്കിൽ അവിടെ ചിഹ്നം കൊടുക്കുക x-y, അല്ലെങ്കിൽ x/y. x/y എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻറ്റു ഉണ്ട്. അത് ഏതാണെങ്കിലും 3 × x ആണെങ്കിലും എന്താണ് വരിക? എക്സിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 3 × എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 3 × 5. മനസ്സിലായോ? ഇപ്പോൾ 3A എന്ന് പറഞ്ഞു നമ്മൾ, എല്ലാ സൈഡും സെയിം. അപ്പോൾ A എന്ന് പറയുന്ന സൈഡ് നമുക്ക് 5 സെൻറ്റിമീറ്റർ ആണ് തന്നേക്കണേന്ന് വിചാരിക്കുക. അപ്പോൾ പെരിമീറ്റർ ഞാൻ കണ്ടുപിടിക്കും. 5A + 5A + 5 എത്ര വരും? 15 അല്ലേ? നിക്ക് പറഞ്ഞുതരാം. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3A, അതായത് 3A തമ്മിൽ കൂട്ടുന്നതാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പെരിമീറ്റർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 3 സൈഡും കൂടി കൂട്ടുന്നതാണെന്ന് പറഞ്ഞു. 3 സൈഡും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടുക. അപ്പോൾ ഈ 3 × A ചെയ്ത് നോക്കിയേ, 3 × 5 ഒരു സൈഡ് എത്ര വരും? 15. മനസ്സിലായോ? അത് ഏത് വാല്യൂ ഇട്ടാലും അങ്ങനെ തന്നെയാണ് വരിക. ഇപ്പോൾ 5 മാറ്റി നമുക്ക് 10 ഇട്ട് നോക്കാം. 10 + 10 നമ്മൾ ചെയ്യുക, അപ്പോൾ 30 കിട്ടും പെരിമീറ്റർ. ഇവിടെ 3A എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് നോക്കിയാൽ 3 × 10 30 വന്നില്ലേ? ഓക്കെ, അതായത് ഏനെ 3 വട്ടം കൂട്ടുന്നതും 3 × A ചെയ്യുന്നതും സെയിം ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഇൻറ്റു എന്നാ പറയാൻ പാടുള്ളൂ. 3A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആണ്, കൂട്ടലല്ല. 3A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × A എന്നാണ് അർത്ഥം. മനസ്സിലായോ? ക്ലിയർ അല്ലേ കാര്യം? അപ്പോൾ ഇതാണ് എന്ത്? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്താ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു 3 സൈഡും സെയിം ആണ്, A. അതുപോലെ 3 ആംഗിളും 60 60 60. ഈ 3 ആംഗിളും കൂടി കൂട്ടി നോക്കിയാൽ എത്ര വരും? 60 + 60 + 60 എത്ര വരും? 180 ഡിഗ്രി. ഓക്കെ അല്ലേ? പിന്നെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിൻ്റെ അപ്പം എഴുതിയിട്ടുണ്ട്. √3/4 × A². ക്ലിയർ അല്ലേ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ? അടുത്താണ് ഐസോസിലസ് ട്രയാങ്കിൾ. എന്താ ഐസോസിലസ് ട്രയാങ്കിൾ? ഐസോസിലസ് ട്രയാങ്കിൾ എന്താ? 2 സൈഡ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇൻ ദിസ് ട്രയാങ്കിൾ 2 ഓഫ് ഇറ്റ് സൈഡ്സ് ആർ ഈക്വൽ. എന്താണ്? 2 സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ്. നോക്കിയേ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 സൈഡ്സ് ഈക്വൽ അല്ലേ? 2 സൈഡ്സ്
ഈക്വൽ ആണ്. പിന്നെ എന്തും കൂടി ഉണ്ട്, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. എന്ന് വെച്ചാൽ എന്താ, ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നോക്കിയേ, ഇവിടെ നോക്ക് 10, ഇവിടെയും 10 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ, 75 ഡിഗ്രി അല്ലേ. 10 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയാ, 75 ഡിഗ്രിയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തെ 10 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയാ, 75. കണ്ടോ, അതായത് രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ആ രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. പോരാത്തതിന് എന്തുമായിരിക്കും, ആ രണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഇവിടെ നോക്കിയാൽ മതി, 10ൻ്റെ നേരെ 75, ഇവിടെ 10ൻ്റെ നേരെ 75, രണ്ടും ഈക്വൽ സെയിം അല്ലേ, 75ഉം 75ഉം. ഓക്കെ, ഇതാണ് ഐസോസെലസ് ട്രയാങ്കിൾ. പിന്നെ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ ഇക്വേഷൻ, ½ ഇൻറ്റു 2b ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താണ് ഇവിടെ ½ ഇൻറ്റു വരുന്നത് അല്ലേ, ½ ഇൻറ്റു 2b ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതിൽ ഈ ഹാഫിലെ 2ഉം ഈ 2bയിലെ 2ഉം നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇക്വേഷൻ നമ്മൾ കുറച്ചുകൂടി ചെറുതാക്കാനായിട്ട് ഹാഫിലെ 2ഉം 2bയിലെ 2ഉം വെട്ടിക്കളഞ്ഞു. അപ്പോൾ എന്ത് വന്നു ഇക്വേഷൻ, ബാക്കി എന്തുണ്ട്, ഇവിടെ 1 ആണുള്ളത്, ഇവിടെ b ആണുള്ളത്. 1b എന്ന് വെച്ച് കഴിഞ്ഞാൽ b അല്ലേ, ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇക്വേഷൻ ക്ലിയർ ആയോ, b ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്, b എന്താണ്, ബേസ് ആണ്, b എന്താണ്, ബേസ് ആണ്. s എന്താണ്, വൺ ഓഫ് ദി ഈക്വൽ സൈഡ്. ആ ബേസിന് ഈക്വൽ ആയിട്ടുള്ള സൈഡാണ് എന്ത്, എസ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യണേ. എന്താണ്, ഈക്വൽ സൈഡ്. അപ്പോൾ ഇവിടെ എന്താ വരിക, 10 വരിക എസ് കേട്ടോ. ഹൈറ്റ് എത്രയാണ് വരിക, ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ, റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം, ബി ഇൻറ്റു എച്ച് എന്ന് കൊടുത്താൽ മതി ഇക്വേഷൻ അല്ലേ. ഈ മൊത്തം ടേം റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഒരൊറ്റ എച്ച് ആയിട്ട് കൊടുക്കാം. കൊടുത്തൂടെ, മനസ്സിലായില്ല അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്താ, ബി ഇൻറ്റു റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതാണല്ലോ ഇക്വേഷൻ. നമ്മുടെ എന്തുണ്ട്, എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഈ എസ് സ്ക്വയർ റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമുക്ക് എച്ച് എന്ന് കൊടുത്തൂടെ, ഈ ഒരു മൊത്തം ടൈമിനെ എച്ച് ആക്കി കൊടുത്തൂടെ. അപ്പം എന്ത് വരും ഇക്വേഷൻ, ബി ഇൻറ്റു എച്ച് ആയി. മനസ്സിലായോ, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നമുക്ക് പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½ ഇൻറ്റു 2b ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇവിടെ വരെ ക്ലിയർ അല്ലേ, ഇവിടെ വരെ ക്ലിയർ അല്ലേ. ഇതിൽ നമ്മൾ എന്താണ്, ഈ 2ഉം 2ഉം വെട്ടിക്കളഞ്ഞു. ബാക്കി എന്ത് വന്നു, 1b ആണ്. അപ്പോൾ നമ്മൾ b എന്ന് തന്നെ എഴുതി, ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ വരെ ക്ലിയർ ആയോ, ഓക്കെ അല്ലേ.
ഇനി ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം നമുക്ക് എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എച്ച് ഇസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അത് മനസ്സിലായോ? നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എച്ച് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. ബിയും എസും മാത്രം മതിയില്ലേ? എച്ച് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പൊ എച്ചിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എച്ചിന്റെ വാല്യൂ ആണ് നമുക്ക് 25 എന്ന് തന്നിരിക്കണേന്ന് വിചാരിക്കേ. ഏരിയ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയയുടെ ഇക്വേഷൻ ആണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബി ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതിൽ നമുക്ക് അതായത് ബേസും ഹൈറ്റും ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കേ. അപ്പോൾ നമുക്ക് ഇത്ര വലിയ ഇക്വേഷൻ എഴുതണോ? എസിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല, അപ്പം അതിൻ്റെ ആവശ്യം വരില്ല. എസിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യാം? ബി ഇൻറ്റു റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് ചെയ്യാം. എസിൻ്റെ വാല്യൂ തരാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമുക്ക് മൊത്തത്തിൽ എച്ച് ആയിട്ട് കൊടുത്തൂടെ? അത്രേ പറഞ്ഞുള്ളൂ. രണ്ട് ഇക്വേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് രണ്ട് ഇക്വേഷൻ ഉണ്ട് ഏരിയ കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് എസ് വെച്ചിട്ട് ചെയ്യാനുള്ളതും ഒന്ന് ബി വെച്ചിട്ട് എസ് വെച്ചിട്ട് ചെയ്യാനും. ഇപ്പോൾ ക്ലിയർ ആയോ? ഇതല്ലാണ്ട് നമുക്ക് വേറെ ഒരു ഇക്വേഷൻ കൂടി എഴുതി വയ്ക്കാം. ഇതൊരു ഇക്വേഷൻ. പിന്നത്തെ ഇക്വേഷൻ എന്താ? ബി ഇൻറ്റു എച്ച്. ഇപ്പോൾ ക്ലിയർ ആയോ? ഇത് വേറൊരു ഇക്വേഷൻ. ഒരെണ്ണം എച്ച് വരുമ്പോൾ ചെയ്യാനും ഒരെണ്ണം എസ് തന്നിട്ടുള്ളപ്പോൾ ചെയ്യാനും. ക്ലിയർ ആയോ? അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? നോട്ട് എഴുതുമ്പോ മാം ഇത് എഴുതി വെക്കുന്നത് അതില് ഇക്വേഷൻ അതിലുണ്ടാവില്ലല്ലോ. ഓർ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓർ ഈ ഇക്വേഷൻ ഒരു ഓർ ഇട്ടിട്ട് എഴുതാം. അതിപ്പോ നോട്ട് ചെയ്ത് പിടിച്ചാലല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അയക്കാൻ വേണമെങ്കിൽ. ഓക്കെ അത് നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് എന്താ? മൂന്നും അല്ല, ഈ രണ്ട് ഇക്വേഷൻ ബി ഇൻറ്റു റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയറും ഓർ ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷനും. ആ രണ്ട് ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ ഇത് എച്ചിൻ്റെ ഇക്വേഷനാണ്, അത് നോക്കണ്ട. അപ്പം ഇങ്ങനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ വരുന്നത്. അടുത്ത എന്താണ്? സ്കേലൈൻ ട്രയാങ്കിൾ. എന്താ? സ്കേലൈൻ ട്രയാങ്കിൾ. ദ സ്കേലൈൻ ട്രയാങ്കിൾ, three sides of the triangle is different. എന്താണ്? മൂന്ന് സൈഡും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ട്രയാങ്കിളാണ് എന്ത്? സ്കേലൈൻ ട്രയാങ്കിൾ. എന്താ? പറയ്. മൂന്ന് സൈഡും വ്യത്യസ്തമായി വരുന്നതാണ് സ്കേലൈൻ ട്രയാങ്കിൾ അല്ലേ? മൂന്ന് സൈഡും ഡിഫറെൻ്റ് ആയിരിക്കും. സ്ക്രീൻ പോയോ? അയ്യോ, വന്നു. മൂന്ന് സൈഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളാണ് എന്ത്? സ്കേലൈൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ എന്താ? മ്യൂട്ടാക്കോ. മൂന്ന് സൈഡും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ആണ് സ്കേലൈൻ ട്രയാങ്കിൾ. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കിയേ. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എന്താ ഇക്വേഷൻ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി.
ഇതാണ് എന്ത് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ എയും ബിയും സിയും എന്താ എ ബി സി എന്താ 3 സൈഡുകളാണ്. ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു 3 സൈഡും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈഡുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, ഇതാണ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി അല്ലേ. അപ്പോൾ എ ബി സി എന്ന് പറയണത് 3 ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സൈഡുകളാണ്. ക്ലിയർ ആയോ? അതിൽ എസ് എന്ന് പറയണതാണ് എന്ത് സെമി പെരിമീറ്റർ. പെരിമീറ്റർ എന്താ? പെരിമീറ്റർ നമ്മൾ പറഞ്ഞു 3 സൈഡും കൂടി കൂട്ടുന്നതാണ് പെരിമീറ്റർ വരിക. അതിൻ്റെ സെമി എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ സെമി സർക്കിൾ വരുമ്പോൾ പകുതിയല്ല വരിക അല്ലേ. സർക്കിൾ മുഴുവൻ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി. അപ്പോൾ പെരിമീറ്റർ എ പ്ലസ് ബി പ്ലസ് സി ആണെങ്കിൽ സെമി പെരിമീറ്റർ എന്തായിരിക്കും? അതിൻ്റെ പകുതി അല്ലേ. മനസ്സിലായില്ല? സർക്കിള് ഇതാണ്. മ്യൂട്ടാക്കൂ, എക്കോ വരുന്നു. ഇതാണ് സർക്കിള്. സെമി സർക്കിൾ എന്തായി? അതിൻ്റെ പകുതി. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? സർക്കിള് ഹലോ പോയോ എല്ലാവരും? ആ, സർക്കിള് അതായത് സർക്കിളാണ് എന്ത് ഫുള്ള് പെരിമീറ്റർ വരുന്നത്. അല്ലെങ്കിൽ സർക്കിൾ ഇത് അതിൻ്റെ സെമി സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? സെമി വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ പകുതി. ക്ലിയർ ആയോ? അത് സെമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി. അത് ക്ലിയർ ആയോ? പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 3 വശവും കൂടി കൂട്ടണതാണെന്ന് നമ്മൾ പറഞ്ഞു. എ പ്ലസ് ബി പ്ലസ് സി ആണെന്ന് പറഞ്ഞു. അതാണ് എന്ത് പെരിമീറ്റർ. സർക്കിളിൻ്റെ കേസ് വിട്ടോട്ടെ. അപ്പോൾ പെരിമീറ്റർ എ പ്ലസ് ബി പ്ലസ് സി ആണ്, അതായത് 3 വശം കൂടി കൂട്ടണതാ. അപ്പോൾ സെമി പെരിമീറ്റർ എന്തായിരിക്കും? അതിൻ്റെ പകുതി അല്ലേ. ഇപ്പം എന്തായിരിക്കും? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2 അതിനെ പകുതിയാക്കിയത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അതാണ് എന്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ. എസ് കണ്ടുപിടിക്കാനുള്ള വാല്യൂ. എസ്സിന് നമ്മൾ എന്താണ് സെമി പെരിമീറ്റർ ആയിട്ടാണ് പറയുന്നത്. എസ് കണ്ടുപിടിക്കുക എങ്ങനെയാ? പെരിമീറ്റർ എ പ്ലസ് ബി പ്ലസ് സി ആണ്. സെമി പെരിമീറ്റർ അപ്പോൾ എന്തായിരിക്കും? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആയോ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അതിൽ എ ബി സി എന്നുള്ളത് എന്താണ്? 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈഡുകളാണ്. സ്കെയിൽ ആൻഡ് ട്രയാങ്കിളിൽ 3 സൈഡും ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 സൈഡുകളാണ് ഏത്? എയും ബിയും സിയും. അടുത്തത് എസ് എന്താണ്? ഇക്വേഷനിൽ എസ് എന്താണ് വരുന്നത്? സെമി പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3 സൈഡും കൂടി കൂട്ടണതാ. എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പോൾ സെമി ആവുമ്പോൾ എന്ത് പറ്റും? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2 ആവും സെമി ആവുമ്പോൾ പകുതിയല്ലേ വരിക. സർക്കിൾ മുഴുവനാണെങ്കിൽ സെമി സർക്കിൾ എന്താണ്? അതിൻ്റെ പകുതി. അതേപോലെ പെരിമീറ്റർ എ പ്ലസ് ബി പ്ലസ് സി ആണെങ്കിൽ അതിൻ്റെ പകുതി വരും. ക്ലിയർ ആയോ? നമുക്ക് ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. പിന്നെ എസ് എങ്ങനെ കണ്ടുപിടിക്കണേന്നുള്ളതും. എസ് എങ്ങനെ കണ്ടുപിടിക്കുക? 3 വശങ്ങൾ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അതിൻ്റെ പകുതി. ക്ലിയർ അല്ലേ? എന്താ? ക്ലിയർ ആവണില്ലല്ലോ. ഡൗട്ടാണോ ചോദിക്കുന്നത്? ഒന്ന് ഉറക്കെ പറയൂ. ആരാ പറയുന്നേ? സംസാരിക്കുന്ന ആരാ? എനിക്ക് കേൾക്കാണ്ടാണോ?
സംസാരിക്കുന്നുണ്ടോ? ഹലോ ആ പറയൂ. ഹലോ ഇത് സൗണ്ട് പോയിട്ടില്ല. ഈ ഇറഗുലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഇതല്ലേ സ്കേലർ ട്രയാങ്കിൾ? എന്ത് ട്രയാങ്കിൾ? ഇക്വിലേറ്ററൽ ട്രയാങ്കിളോ? ഹലോ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണോ? ഇറഗുലർ ട്രയാങ്കിൾ. ആ അങ്ങനെയും പറയാം. റെഗുലർ അല്ലാത്തത് അങ്ങനെയും പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഇതിൽ പറയാനുള്ളത്, നമ്മളിപ്പോൾ റൂട്ട് 2ഉം റൂട്ട് 3ഉം റൂട്ട് 5ഉം 6 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നമ്മൾ എടുക്കുന്ന വാല്യൂസാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. റൂട്ട് 2ന് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം? 1.414. അതുപോലെ റൂട്ട് 3ക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കും 1.732. ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ് കേട്ടോ. റൂട്ട് 5ൻ്റെ വാല്യൂ 2.236. റൂട്ട് 6ൻ്റെ വാല്യൂ 2.449. റൂട്ട് 4ൻ്റെ വാല്യൂ എന്താ വരിക? 2 ആണ് കേട്ടോ വരിക. റൂട്ട് 4ന് കറക്റ്റായിട്ട് വാല്യൂ ഉണ്ട് 2. പിന്നെ പൈയുടെ വാല്യൂ ആണ് പറയണേ. നമുക്കറിയാം 12/7 അല്ലെങ്കിൽ 3.14 ആണ്. രണ്ട് വാല്യൂ എടുക്കുക. നമ്മൾ നോർമലി എടുക്കുക ഏതാ? 3.14 ആണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി പ്രോബ്ലം ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. 22/7 ചെയ്താലും വാല്യൂ കിട്ടുക 3.14 തന്നെയാണ്. ഓക്കെ, കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. 22/7 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ എത്ര കിട്ടും? 3.14. ക്ലിയർ ആയോ? ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂ ഇട്ട് കഷ്ടപ്പെടണ്ട. അതായത് റൂട്ട് 3 ഒക്കെ എങ്ങനെ പ്രോബ്ലം ചെയ്യുന്ന ആലോചിച്ചിട്ട്. എന്താ? 22/7 അത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അതിൻ്റെ. 22.7 അല്ല, 22/7. ആ 22/7 ചെയ്താലും എത്രയാണ് നമുക്ക് വാല്യൂ കിട്ടുക? കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു കൊടുത്ത് നോക്കിയേ. 3.14 വാല്യൂ കിട്ടുക. ഒന്ന് ഫ്രാക്ഷനാക്കി എഴുതിയിരിക്കണു, ഒന്ന് നമുക്ക് ഡെസിമൽ ഫോംസിൽ തന്നിരിക്കുന്നു, പോയിൻ്റ് ഇട്ടിട്ടുള്ള വാല്യൂവിൽ തന്നിരിക്കുന്നു. അത്രേ മാറ്റമുള്ളൂ. രണ്ടും സെയിം തന്നെയാണ് വാല്യൂ. ഓക്കെ, 22/7 ചെയ്ത് കഴിഞ്ഞാൽ 3.14 ആയിരിക്കും ആൻസർ കിട്ടുക. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇക്വേഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് പ്രോബ്ലംസിലേക്ക് കടന്നാലോ? ഫസ്റ്റ് പ്രോബ്ലം നോട്ട് ചെയ്തേ. ദ ഫോർമുല ടു ഫൈൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞേ നോക്കട്ടെ, കറക്റ്റായിട്ട് പറയുമോ? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പേരെടുത്ത് ചോദിക്കണോ നീ? റിയാസ്. 2a+b ആണ്. എന്താ പറയൂ? 2a+b. 2 × l+b. L എന്താ? ലെങ്ത്ത്. b എന്താ? ബ്രെഡ്ത്ത്. 2 × l+b. 2 × l+b. ഇത് എക്സാമിന് ചോദിക്കൂട്ടോ ഇക്വേഷൻ. നിങ്ങൾക്ക് 1 വേർഡിൽ ചോദിക്കാറുണ്ട്. പ്രോബ്ലം ചെയ്യുന്ന അങ്ങനെ ഉണ്ടോ? എക്സർസൈസിങ് ഉണ്ടോ? ഈ ഇക്വേഷൻസ് എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാം 1 വേർഡിലാണ് ചോദിക്കാം. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പ്രോബ്ലംസ് ഞാൻ ഇപ്പോൾ ഒരെണ്ണം എടുത്തുതരാം. റെക്റ്റാങ്കിളിൻ്റെ പ്രോബ്ലംസ് കേട്ടോ. നോക്കിയേ, ഇപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ഇനി ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എ പ്ലോട്ട് മെഷർ 10 cm by 6 cm. എത്രയാണ് ലെങ്ത്? എത്രയാ? 10 cm.
ബൈ 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 6 സെൻറ്റിമീറ്ററും ആണ്. ക്ലിയർ അല്ല അത്? നമ്മളൊരു റൂമിൻ്റെ സൈസ് പറയുമ്പോൾ അങ്ങനെയല്ല പറയാ അല്ലേ? 10/6 അല്ലെങ്കിൽ 10/10, 12/10 അങ്ങനെയല്ല പറയാ അല്ലേ? അതെ. ആ 10/10, 12/10 അങ്ങനെയൊക്കെയാണ് പറയാ. അപ്പോൾ എന്താണ് ഒരു പ്ലോട്ടിൻ്റെ മെഷർ ചെയ്തേക്കണത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ബൈ 6 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി പെരിമീറ്റർ, ഡയഗണൽ ആൻഡ് ഏരിയ ഓഫ് ദി പ്ലോട്ട്. 3 ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. ഒരു പ്ലോട്ടിൻ്റെ അതായത് ഏതാണ് റെക്റ്റാങ്കുലർ പ്ലോട്ടാണ് അല്ലേ? റെക്റ്റാങ്കിൾ അല്ല അതിൻ്റെ സൈസ് വരിക. ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 6 സെൻറ്റിമീറ്ററാണ് വരുന്നുള്ളൂ. അതേതാണ്? റെക്റ്റാങ്കിൾ ആണ് എന്ത് ആ പ്ലോട്ട് അല്ലേ? ലെങ്ത്ത് കൂടുതലും ബ്രെഡ്ത്ത് കുറവാണ്. അപ്പോൾ അത് ഏതാണ് സൈസ് പ്ലോട്ട്? റെക്റ്റാങ്കിളാണ്. അതിൻ്റെ ഏതൊക്കെ ഇതാ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? പെരിമീറ്റർ കണ്ടുപിടിക്കണം, ഡയഗണൽ കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചൂടെ? ലെങ്ത്തും ബ്രെഡ്ത്തും തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. നോക്കി ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത്ത് എത്രയാ? L is equal to 10 സെൻറ്റിമീറ്റർ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ചിലപ്പോൾ വരും. എനിക്ക് സ്ക്രീനിന് കുഴപ്പമൊന്നുമില്ല. B is equal to 6 സെൻറ്റിമീറ്റർ. ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ സ്ക്രീനിന്? ഇനി എന്തെങ്കിലും നെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. നോക്കി ഒന്നുകൂടി ഒന്ന് നോക്കിയേ. ഒന്ന് സൈപ്പ് ചെയ്ത് നോക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ലെങ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 10 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്ര തന്നിട്ടുണ്ട്? 6 സെൻറ്റിമീറ്റർ. ഇത് ആദ്യം എടുത്ത് എഴുതാം. ഇതാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഫസ്റ്റ് പെരിമീറ്റർ കണ്ടുപിടിക്കാം. എന്താ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? P is equal to പെരിമീറ്റർ തന്നെ എഴുതാം. പെരിമീറ്റർ P is equal to 2 into L plus B അല്ലേ? ഇക്വേഷൻ അതല്ലേ? ആ അതിൽ 2 എഴുതി. ഇൻറ്റു L എത്രയാ? 10 അല്ലേ? പ്ലസ് ബിയുടെ വാല്യൂ 6 കിട്ടി. ഇനി എന്താണ്? 2 ഇൻറ്റു 10 പ്ലസ് 6 16. അപ്പം എത്ര വരും? 32 എന്താ വരിക? 2 ഇൻറ്റു 16 32 സെൻറ്റിമീറ്റർ. ഇത് കാൽക്കുലേറ്ററിൽ കൂട്ടിയിട്ട് ആൻസർ എഴുതി കൊടുത്താൽ പോരെ? ആ മതി. പക്ഷേ നിങ്ങൾക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാണ്ട് എങ്ങനെയാ അവർ മാർക്ക് തരിക? പ്രോബ്ലം ചെയ്ത് കൊടുക്കണം അല്ലേ? ആ അല്ലെങ്കിൽ അവർ വിചാരിക്കില്ലേ കോപ്പി അടിച്ചതാന്ന്. നേരിട്ട് നമുക്ക് ചെയ്യാം കാൽക്കുലേറ്ററിൽ നേരിട്ട് അടിച്ച് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ അവർക്ക് മനസ്സിലാവണ്ടേ നമ്മൾ അറിഞ്ഞിട്ട് ചെയ്തതാണെന്ന്. ഓക്കെ, അവർക്കറിയില്ല നമുക്ക് ഇത്ര പ്രായമായിട്ടുള്ളതാണ്, നമ്മൾ ഈ കണക്കൊക്കെ മുന്നേ ചെയ്യാറുള്ളതാണ്, ചെയ്തിട്ടുള്ളതാണെന്നൊന്നും അവർക്കറിയില്ല. അവർ കറക്റ്റ് ഈ പ്രൊസീജിയറെ നോക്കുക. ഓരോ സ്റ്റെപ്പിനും ഓരോ മാർക്ക്. ഇപ്പോൾ ഈ പെരിമീറ്റർ കണ്ടുപിടിക്കണതിൽ 5 മാർക്കാണെങ്കിൽ ഓരോന്നിനും ഇത്ര മാർക്ക് വെച്ചിട്ടുണ്ടാവും. പെരിമീറ്റർ കണ്ടുപിടിക്കുന്നതിന് 2 മാർക്കായിരിക്കും. ആ 2 മാർക്കിൽ ഒരു മാർക്ക് ചിലപ്പോൾ ഇക്വേഷൻ തരും, 1 മാർക്ക് ആൻസറിനായിരിക്കും തരിക. മനസ്സിലായോ? പെരിമീറ്റർ കാണാൻ ഇപ്പോൾ 3 ഭാഗത്തെയും കൂടെ കൂട്ടിയിട്ടാണ് ആൻസർ ചെയ്തിട്ട് കൊടുത്താൽ പോരെ? ഇത് റെക്റ്റാങ്കിൾ അല്ലേ? അവിടെ എവിടെ 3 ഭാഗം? അല്ല, റെക്റ്റാങ്കിളിന്റെ അല്ല, മറ്റേ ട്രയാങ്കിളിലൊക്കെ ട്രയാങ്കിളിൽ. ആ ഇപ്പൊ പെരിമീറ്റർ എത്ര കിട്ടി? 32 ഓക്കെ,
32 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡയഗണൽ അല്ലേ? ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡയഗണൽ D ഈസ് ഈക്വൽ ടു റൂട്ട് L സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? റൂട്ട് L എത്രയാ? 10, ലെങ്ത് 10 10 സ്ക്വയർ പ്ലസ് ബി 6 സ്ക്വയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? റൂട്ട് 10 സ്ക്വയർ 10 × 10 100. 6 36. ഓക്കെ അല്ലേ? സ്ക്വയർ കണ്ടുപിടിക്കാനൊക്കെ ഇക്വേഷൻ ആൻസർ എന്ത് വരും? റൂട്ട് 136. റൂട്ട് 136 വാല്യൂ ഇല്ല. വാല്യൂ ഉള്ളത് നമ്മൾ എങ്ങനെ എഴുതണം? കാൽക്കുലേറ്ററിൽ റൂട്ട് 136 അടിച്ചു കൊടുക്കുക. അപ്പോൾ ആൻസർ 11.66 വരും സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് L സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എല്ലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് 10 സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ? 6. 6 സ്ക്വയർ 36. അപ്പോൾ റൂട്ട് ഓഫ് 100 പ്ലസ് 36 ഈക്വൽ ടു റൂട്ട് 136. വാല്യൂ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ 11.66 സെൻറ്റിമീറ്റർ വരും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? ഏരിയ കണ്ടുപിടിക്കാനുള്ളതാ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു L × B അല്ലേ? 10 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ റെക്ടാങ്കിളിന് ഈ 11 സെന്റിമീറ്റർ വരുള്ളൂ. അതെ, 11.66. റെക്ടാങ്കിളിൽ നോക്കുമ്പോ വരച്ച് നോക്കണോ ഇനി? ഞാൻ വരച്ച് നോക്കിയിട്ട് നാളെ പറയാം. ആ, അപ്പോൾ എന്താ വരുന്നത്? ചെറിയൊരു മാറ്റമൊക്കെ വരുള്ളൂ. 11.66 നമ്മുടെ റൂട്ട് 136 വരുന്നതിൻ്റെ ചെറിയൊരു മാറ്റം വരുള്ളൂ 11.66 കേട്ടോ. വലിയ മാറ്റങ്ങളൊന്നും വരില്ല. പോയിന്റ് സംതിങ്ങിൻ്റെ മാറ്റം മാത്രമേ വരുള്ളൂ കേട്ടോ. ഇപ്പം എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? L × B. എല്ലിൻ്റെ വാല്യൂ എത്രയാ? 10. ബിയുടെ വാല്യൂ 6. എത്ര വരും? 60 സെൻറ്റിമീറ്റർ അല്ല, സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. കാരണം എന്താ? 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 6 സെൻറ്റിമീറ്റർ അല്ല ചെയ്യണ. ഈ സെൻറ്റിമീറ്ററും കൂടി ഇൻറ്റു ആകുമ്പോൾ എന്ത് വരും? സെൻറ്റിമീറ്റർ സ്ക്വയർ ആവും. നമ്മൾ ഏതിലോ പഠിച്ചിട്ടുണ്ടല്ലോ ഇത്. ഫ്രാക്ഷനിലാണോ പഠിച്ചിട്ടുള്ളത്? ഏതിലാണ് പഠിച്ചത്? ഏരിയ കണ്ടുപിടിക്കണതിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ഇതുപോലെ പെരിമീറ്ററും ഡയഗണലും ഏരിയയും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തരട്ടെ ചെയ്തു നോക്കാൻ? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതന്നെ പ്രോബ്ലംസ് തന്നെ ചെയ്യാം. എന്താ വേണ്ടേ? അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശരി, എന്നാൽ അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാം.